ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സെൻസിറ്റീവ് വിവരങ്ങൾ ചോർത്തിയ ചാരനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വിനോദ്. ഭക്ഷണം പോലും കഴിക്കാതെയുള്ള ജോലി അവനെ വളരെയധികം ക്ഷീണിതനാക്കിയിരുന്നു. സ്റ്റാർഡം മീഡിയയിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരുടെയും ഡീറ്റെയിൽസ് ഇതിനോടകം തന്നെ വിനോദ് പരിശോധിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ എല്ലാ ഡീറ്റെയിൽസ് വായിച്ചതിൽ നിന്നും ആരെയും സംശയമൊന്നും തോന്നിയില്ല. അത് വിനോദിനെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കി. വിനോദ് ക്ഷീണത്തോടു കൂടി തന്നെ മേശയിലേക്ക് മുഖം ചായ്ച്ചിരുന്നു. അപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം അവൻ കേട്ടത്. ആരാണ്? അവൻ വിളിച്ചു ചോദിച്ചു. വിനോദേ, ഇത് ഞാനാ, മല്ലിക. അവിടെ നിന്നും തിരികെ ഉത്തരം കിട്ടി. വാതിൽ തുറന്നുകൊണ്ട് തന്നെ വിനോദ് ചോദിച്ചു, മല്ലികാമ്മ എന്താ ഈ സമയത്ത് ഇവിടെ? മല്ലിക പറഞ്ഞു, ഞാൻ നിനക്കൊക്കെ ഭക്ഷണം കൊണ്ടുവന്നതാണ്. നീ ഇതുവരെ ഒന്നും കഴിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ടാ. ഇത് കഴിച്ചിട്ട് അല്പം വിശ്രമിക്ക്. ക്ഷീണിതനായിരുന്ന അവനെ നോക്കി മല്ലികാമ്മ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഒന്നും കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. വിനോദ് സ്വന്തം നെറ്റിത്തടത്തിൽ തലയോടിക്കൊണ്ട് തന്നെ പറഞ്ഞു. മല്ലിക ചോദിച്ചു, എന്തു പറ്റി വിനോദേ? എന്താ നിന്റെ പ്രശ്നം? അമ്മ, മല്ലിക ഇതുവരെ അവനെ ഇത്രയും ടെൻഷനോടുകൂടെ കണ്ടിട്ടില്ല. നമ്മുടെ ഓഫീസിനുള്ളിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. ഇവിടുത്തെ വിവരങ്ങൾ ആരോ ചോർത്തി കൊടുക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് നോക്കിയിട്ടും സംശയം തോന്നിപ്പിക്കുന്ന ഒന്നും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വിനോദ് ആകെ നിരാശനായി പറഞ്ഞു. മല്ലിക പാത്രം അവൻ്റെ മുന്നിൽ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ ഇങ്ങനെ വിശന്നു തളർന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ആദ്യം നീ നല്ലതുപോലെ ആഹാരം കഴിക്ക്. അതിനുശേഷം എല്ലാം കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയും. വിനോദ് അവരെ നോക്കിക്കൊണ്ട് ദുർബലമായി ഒന്ന് ചിരിച്ചു. പിന്നെ അവർ കൊണ്ടുവന്ന ആഹാരം കഴിക്കാൻ തുടങ്ങി. മല്ലിക തൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അവനോട് ചോദിച്ചു. നീലിമയിൽ നിന്നും ഈ സ്റ്റാർഡം മീഡിയയെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും നല്ല ജോലിക്കാരാണെന്ന് മോൾ എന്നോട് പറയുന്നത്. എല്ലാവരും ആ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിട്ട് നല്ല ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലും ഇങ്ങനെ ഒരു അട്ടിമറി ചെയ്യുമോ? അത് കേട്ട് പെട്ടെന്നാണ് വിനോദിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നത്. എന്താ വിനോദേ പെട്ടെന്നൊരു സന്തോഷം? അവൻ്റെ വിടർന്ന മുഖം കണ്ട് മല്ലിക ചോദിച്ചു. നിങ്ങളിപ്പോൾ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് പുതിയൊരു ഐഡിയ തോന്നുന്നു. അവൻ പുഞ്ചിരിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടിട്ടോ? എന്താ ഐഡിയ? മല്ലിക ചോദിച്ചു. വിനോദ് ആവേശത്തോട് പറഞ്ഞു. ഇപ്പോൾ അവിടെയുള്ളവർ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തി അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളല്ലെങ്കിലോ? മുൻപ് അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണെങ്കിലോ? അങ്ങനെ ആരെങ്കിലും ഈ അടുത്ത് അവിടെ നിന്നും പുറത്തു വിട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഇതുവഴി ആളെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. തൻ്റെ അന്വേഷണത്തിൽ പുതിയൊരു വഴിത്തിരിവ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വിനോദ് ഉടനെ തന്നെ മൊബൈലെടുത്ത് സിദ്ധാർത്ഥിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ്റെ ഹൃദയം പടപടാ പിടിക്കുന്നുണ്ടായിരുന്നു. ഹലോ വിനോദ്, എന്താ ഈ സമയത്ത് ഒരു കോള്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സിദ്ധാർത്ഥിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് വിനീത് ക്ലോക്കിലേക്ക് നോക്കിയത്. സമയം ഒരുപാടധികം വൈകിയിരുന്നു. സിദ്ധാർത്ഥ് സർ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. വിനോദ് ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് ഉത്കണ്ഠയോടെ ചോദിച്ചു, എന്താ വിനോദ്? അവൻ പറഞ്ഞു, നമ്മുടെ അന്വേഷണം ഇതുവരെ തെറ്റായ ദിശയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വിനോദ് പറഞ്ഞത് കേട്ട് ഒട്ടും മനസ്സിലാവാതെ സിദ്ധാർത്ഥ് ചോദിച്ചു, വിനോദ് എന്താ ഈ പറഞ്ഞു വരുന്നത്? വിനോദ് ആവേശത്തോടെ പറഞ്ഞു, ഞാൻ നിലവിൽ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ക്ലിയറാണ്. അപ്പോഴാണ് സ്റ്റാർഡം മീഡിയയിൽ മുൻപുണ്ടായിരുന്ന ആരോ ഈ ഒരു അട്ടിമറിക്ക് പിന്നിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. സിദ്ധാർത്ഥിൻ്റെ ശബ്ദം ദൃഢമായിരുന്നു. മുൻപുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ വിനോദ് എന്താ ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം? വിനോദ് താൻ ഇരുന്ന കസേരയിൽ ഒന്ന് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു, ഈ അട്ടിമറിയുടെ സ്വഭാവം, വിവരങ്ങൾ ചോർത്തുന്ന രീതിയും എല്ലാം വിരൽ ചൂണ്ടുന്നത് സ്റ്റാർഡം മീഡിയയെക്കുറിച്ച് അടുത്തറിയാവുന്ന ഒരാളിലേക്കാണ്. പക്ഷേ നിലവിൽ നമ്മൾ സംശയിക്കുന്ന ആർക്കും ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, ഇത് നമ്മുടെ കമ്പനിയിൽ മുൻപുണ്ടായിരുന്ന ആരോ ഒരാളാണ്. വിനോദ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണെന്ന് സിദ്ധാർത്ഥിനും തോന്നി. സിദ്ധാർത്ഥ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ഒരാൾ ആരാണെന്ന് നോക്കൂ. നമ്മുടെ കമ്പനിയോട് അടങ്ങാനാവാത്ത പക സൂക്ഷിക്കുന്ന ഒരാളായിരിക്കും ആ വ്യക്തി. ആ വാക്കുകൾ സിദ്ധാർത്ഥിൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അതാരായിരിക്കും എന്ന് നിങ്ങൾ എന്തെങ്കിലും സൂചനയുണ്ടോ? സിദ്ധാർത്ഥ് ചോദിച്ചു. വിനോദ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ഇതുവരെ സൂചനയൊന്നുമില്ല സർ. പക്ഷേ എന്തായാലും എനിക്ക് അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. കുറച്ച് സമയം കൂടി തരാം. സിദ്ധാർത്ഥ് മുന്നറിയിപ്പ് നൽകി. ശരി, എന്നാൽ വിനോദിൻ്റെ ജോലി നടക്കട്ടെ. എല്ലാം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. സിദ്ധാർത്ഥുമായുള്ള കോള് അവസാനിച്ചപ്പോൾ വിനോദ് തൻ്റെ ശ്രദ്ധ മുഴുവൻ ജോലിയിലേക്ക് തിരിച്ചുവിട്ടു. സ്റ്റാർഡം മീഡിയയിൽ മുൻപുണ്ടായിരുന്ന ആൾക്കാരിലേക്ക് അവർ അന്വേഷണം വ്യാപിപ്പിച്ചു.
പിറ്റേന്ന് രാവിലെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് വിനോദ് സിദ്ധാർത്ഥിനെ വിളിച്ചതിനെ തുടർന്ന് സിദ്ധാർത്ഥ് പുറപ്പെട്ടു. വിനോദിനെ കണ്ടപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു, വിനോദ് എന്താ അർജൻറ്റായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വിനോദ് പറഞ്ഞു, നമ്മുടെ കമ്പനിയിലെ അട്ടിമറിക്കെല്ലാം ഉത്തരവാദിയായ ആ വ്യക്തി അത് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. സിദ്ധാർത്ഥ് ഉദ്യോഗത്തോടെ ചോദിച്ചു. വിനോദ് തൻ്റെ ടാബ്ലറ്റിൽ ഒരു ഡിജിറ്റൽ മാപ്പ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു ലൊക്കേഷനിലേക്ക് വിരൽ ചൂണ്ടി. നമ്മുടെ ഡാറ്റ ചോർത്തുന്നതിൻ്റെ പിന്നിൽ യൂണിറ്റ് പ്രൊഡക്ഷൻസ് ആണ് സർ. കിട്ടിയ വിവരങ്ങൾ വെച്ച് നമ്മുടെ ശത്രുവിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവിടെയാണ് എനിക്ക് ലൊക്കേഷൻ കാണിക്കുന്നത്. അത് കേട്ട് സിദ്ധാർത്ഥ് നെറ്റിച്ചുളിച്ചു. ഇത് നമുക്കറിയാവുന്ന കാര്യമല്ലേ? യൂണിറ്റ് പ്രൊഡക്ഷന് നമ്മളോട് ശത്രുതയുണ്ട്. പക്ഷേ ഇപ്പോഴും ആ വ്യക്തി ആരാണെന്ന് നമ്മൾ അറിയില്ലല്ലോ. എന്താണ് ഇനി നമ്മുടെ അടുത്ത നീക്കം? വിനോദ് പറഞ്ഞു, അയാളെ ട്രാപ്പ് ചെയ്യാൻ നമുക്കൊരു കെണി ഒരുക്കണം. അവർക്ക് കുതറി മാറാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ അവരെ കുടുക്കണം. അവർ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വീണതുപോലെ നിന്നു കൊടുത്തിട്ട് പിന്നെ അവരെ അങ്ങ് വലയിലാക്കണം. വിനോദ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാത്തതുപോലെ സിദ്ധാർത്ഥ് പറഞ്ഞു, അതുതന്നെ സർ. അവർ സേഫാണെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മൾ തന്നെ അവരെങ്ങ് പിടിക്കണം. വിനോദ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥും വിനോദും ചേർന്ന് ചില പദ്ധതികൾ അങ്ങനെ തയ്യാറാക്കാൻ തുടങ്ങി. സ്റ്റാർഡം മീഡിയയുടെ വിശാലമായ ലോബിയിലൂടെ സ്വന്തം ഓഫീസ് റൂമിലേക്ക് നടക്കുകയായിരുന്നു നീലിമ. തലേന്ന് വരെ വളരെയധികം സന്തോഷത്തിലിരുന്ന നീലിമയുടെ മനസ്സ് ഇന്ന് പക്ഷേ മറ്റെവിടെയോ ആയിരുന്നു. കുറച്ചു മുൻപ് തൻ്റെ ഫോണിലേക്ക് വന്ന സിദ്ധാർത്ഥിൻ്റെ മെസ്സേജ് അവൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ മെസ്സേജ് നീലിമയെ അമ്പരപ്പിക്കുന്നതായിരുന്നു. സ്റ്റാർഡം മീഡിയയിൽ അതീവ രഹസ്യമായ ഒരു ഇവൻ്റ് സംഘടിപ്പിക്കാൻ സിദ്ധാർത്ഥ് അവളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ള സൂക്ഷിക്കേണ്ട കാര്യമാണത്. സിദ്ധാർത്ഥ് പെട്ടെന്ന് എന്താ അങ്ങനൊരു ഇവൻ്റ് തയ്യാറാക്കാൻ പറഞ്ഞത് എന്ന് നീലിമ അത്ഭുതപ്പെട്ടു. സിനിമാ ചരിത്രത്തിൽ തന്നെ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വിദേശ സാങ്കേതിക വിദ്യ സ്റ്റാർഡം മീഡിയയിൽ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് തിയേറ്ററിൽ സിനിമ കാണാനെത്തുന്ന ചലച്ചിത്ര പ്രേമികൾക്ക് പുതിയൊരു ദൃശ്യാവിഷ്കാരമായിരിക്കും. അത് മാത്രമാണ് അവൾക്കും അറിയാവുന്നത്. സിദ്ധാർത്ഥ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഓഫീസിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നീലിമ സ്വയം പിറുപിറുത്തു. അകത്തേക്ക് കയറി വന്ന നീലിമയെ കണ്ടുകൊണ്ട് തന്നെ പ്രിയങ്ക വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് മാഡം. നീലിമ തിരിച്ചും വിഷ് ചെയ്തു. പ്രിയങ്ക ചോദിച്ചു, എന്ത് പറ്റി മാഡം? മുഖത്തൊരു ടെൻഷനുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. നീലിമ ഫോണിലെ മെസ്സേജ് പ്രിയങ്കക്ക് കാണിച്ചു കൊടുത്തു. പ്രിയങ്ക, നീ ഇത് കണ്ടോ? സിദ്ധാർത്ഥ് എനിക്കയച്ച മെസ്സേജാണ്. അവൾ അത് വായിച്ചു നോക്കി. ഇതെന്താ പുതിയ ടെക്നോളജിയെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്? മുൻപ് ഇതിനെ പറ്റിയിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നീലിമ പറഞ്ഞു. അതെ, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് അവതരിപ്പിക്കേണ്ടത് പ്രധാനമാണെന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. ആളുകൾ സിനിമ കാണുന്ന രീതി മാറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണത്രേ ഇത്. പ്രിയങ്ക സംശയത്തോടെ ചോദിച്ചു. പക്ഷേ ഇത് ഇന്ന് തന്നെ റിവീൽ ചെയ്യണമെന്ന് പെട്ടെന്ന് എന്താ ഒരു തീരുമാനമെടുക്കാൻ കാരണം? അതെന്തായിരിക്കും മാഡം? നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ ഓരോ തീരുമാനങ്ങൾക്കും എപ്പോഴും ഒരു കാരണമുണ്ടാവും. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇവൻ്റ് വേഗം നടത്താൻ പറഞ്ഞത്. പ്രിയങ്ക പറഞ്ഞു. ശരി മാഡം, ഞാൻ ഇപ്പോൾ കമ്പനി സ്റ്റാഫിലെ എല്ലാവരെയും അർജൻറ്റായി തന്നെ കണ്ട് നമ്മുടെ ഈ ഇവൻ്റ് നടക്കാൻ പോകുന്ന കാര്യം അറിയിക്കട്ടെ. നീലിമ പറഞ്ഞു. പെട്ടെന്ന് തന്നെ വേണം പ്രിയങ്ക, നമ്മൾക്കിത് അധികം സമയമൊന്നുമില്ല. പ്രിയങ്ക ചോദിച്ചു. മാഡം, ഈ സാങ്കേതിക വിദ്യക്ക് എന്തെങ്കിലും പേരുണ്ടോ? നീലിമ ആലോചനയോടെ നിന്നു. ഇതുവരെ പേരൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. സിദ്ധാർത്ഥിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതുവരെ നമ്മൾ സിനി വിഷൻ എന്ന് വിളിക്കാം. ഇത് കേട്ട് പ്രിയങ്ക ചിരിച്ചു. ലോബിയിൽ നമ്മുടെ ടീം എല്ലാം സജ്ജീകരിക്കും. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് മാഡം. ഇപ്പോഴേ നീ പണി തുടങ്ങിയോ? താങ്ക്സ് പ്രിയങ്ക. സ്റ്റാർഡം മീഡിയയുടെ അതിവിശാലമായ ലോബി ക്രൂ മെമ്പേഴ്സിൻ്റെ ആവേശം കൊണ്ട് ശബ്ദമുഖരിതമായിരുന്നു അവിടെ. സ്റ്റാഫിലെ എല്ലാവരും ലോബിയിൽ തടിച്ചുകൂടി നിന്നു. അവിടെ നടക്കാൻ പോകുന്ന പരിപാടിയെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു അവരെല്ലാവരിലും. അത്യാധുനിക സാങ്കേതിക വിദ്യ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഒരാൾ പറഞ്ഞത് അത് എന്തായിരിക്കും? പ്രൊജക്ടർ വല്ലതും ഉണ്ടാക്കിയോ അതോ ക്യാമറയാണോ? മറ്റൊരാൾ ചോദിച്ചു. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നല്ല പോലെ വർക്ക് ചെയ്താൽ യൂണിറ്റ് പ്രൊഡക്ഷനേക്കാളും മുകളിൽ നമ്മുടെ സ്റ്റാർഡം കമ്പനി എത്തും. പിന്നെ ആർക്കും നമ്മുടെ കമ്പനിയോടൊപ്പം പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല. സ്റ്റാഫുകൾ അങ്ങനെയൊക്കെ പറഞ്ഞത് തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. സിനി വിഷൻ ദ ഫ്യൂച്ചർ ഓഫ് ദ ഫിലിം എന്നെഴുതിയ ആ ഒരു വലിയ ബാനർ സീലിംഗിൽ നിന്ന് താഴേക്ക് ഗംഭീരമായി തന്നെ തൂക്കിക്കിടക്കുന്നു. ഇവൻ്റ് നടക്കാൻ പോകുന്ന ഹാളിൻ്റെ സജ്ജീകരണത്തിൽ നീലിമ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് ദൂരെ നിന്ന് നടന്നു വരുന്ന സിദ്ധാർത്ഥിനെ അവൾ കണ്ടത്. കരിനീല സ്യൂട്ടിൽ അവൻ സുന്ദരനായി കാണപ്പെട്ടു. ആൾക്കൂട്ടത്തിനിടയിലൂടെ തലയുയർത്തി അവൻ നടന്നു വരുന്നത് കണ്ട് നീലിമ നോക്കി നിന്നു. സിദ്ധാർത്ഥ് അവളെ നോക്കി വിളിച്ചു. സിദ്ധാർത്ഥ്, ഈ ഒരുക്കങ്ങളൊക്കെ ഗംഭീരമാണ്. പക്ഷേ ഇവൻ്റ് ഇപ്പോൾ തന്നെ വേണമായിരുന്നോ? അവനെ കണ്ട ഉടനെ തന്നെ നീലിമ ചോദിച്ചു. സിദ്ധാർത്ഥ് അവളോട് ചോദിച്ചു. കൃത്യസമയത്ത് തന്നെയാണ് നമ്മൾ നടത്തുന്നത്. നിനക്കെന്നെ വിശ്വാസമില്ലേ? നീലിമ പറഞ്ഞു. നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റാറില്ലല്ലോ. സിദ്ധാർത്ഥ് ഹാളിൻ്റെ മധ്യഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി.
എല്ലാ കണ്ണുകളും അവനിലേക്ക് തിരിഞ്ഞതോടുകൂടി തന്നെ ബഹളം നിലച്ചു. ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. സിദ്ധാർത്ഥിൻ്റെ ശബ്ദം ആ ഹാളിലങ്ങ് പ്രതിധ്വനിച്ചു. ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഞങ്ങൾ വിളിച്ചത് പ്രകാരം നിങ്ങൾ ഇവന്റിൽ ഒത്തുകൂടിയതിൽ സന്തോഷം. ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിപ്പിച്ചത് ഒരു പുതിയ സാങ്കേതികവിദ്യ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല. സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തി. ആളുകൾ പരസ്പരം നോക്കി. ഞാൻ നിങ്ങളോടിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസവഞ്ചനയെക്കുറിച്ചുമാണ്. എല്ലാവരും അത് കേട്ടപ്പോൾ നിശബ്ദരായി. വളരെ പ്രധാനമുള്ളൊരു കാര്യം വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്റ്റാർഡം മീഡിയയ്ക്കുള്ളിൽ ഒരു ചാരനുണ്ടെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. കമ്പനിയിലെ സെൻസിറ്റീവായ പല കാര്യങ്ങളും പല വിവരങ്ങളും അയാൾ ചോർത്തിയിരിക്കുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ പെറുപെറുപ്പുകൾ അലയടിച്ചു. ആ വ്യക്തിയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ഓരോ വാക്കും കണക്കുകൂട്ടി വിശകലനം ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥ് സംസാരിക്കുകയായിരുന്നു. നമ്മുടെ കൂടെ നിന്നിട്ടും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാവി പ്രോജക്റ്റുകളുടെ ഡീറ്റെയിൽസും എല്ലാം ചോർത്തുന്നത് വഴി വലിയ വിശ്വാസ സംഘമാണ് ആ വ്യക്തി നടത്തിയിരിക്കുന്നത്. ജീവനക്കാരെല്ലാം അസ്വസ്ഥരായി. തങ്ങൾക്കിടയിൽ ആരാണ് ആ വ്യക്തിയെന്ന് തിരിച്ചറിയാൻ അവർ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ ഹാളിൻ്റെ അങ്ങേയറ്റത്ത് മാസ്ക് വെച്ച് അവിടെ തെന്നിമാറാൻ ശ്രമിക്കുന്ന ഒരാളെ നീലിമ കണ്ടു. ആ വ്യക്തിയുടെ രൂപം കണ്ടത് അത് ആരാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതാ അവിടെ ആ മാസ്ക് വെച്ച് ഒരാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അയാൾ ആരെങ്കിലും ഒന്ന് പിടിക്ക്, നീലിമ അലറി. മാസ്ക് ഇട്ട ആളെ സ്റ്റാഫുകൾ തിരഞ്ഞതോടുകൂടി തന്നെ ഹാളിൽ അങ്ങ് സംഘർഷാവസ്ഥയുണ്ടായി. അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആരെങ്കിലും അയാളെ ഒന്ന് തടയൂ, നീലിമ ഉച്ചത്തിൽ തന്നെ പറഞ്ഞു. ആൾക്കൂട്ടത്തിനിടയിലൂടെ തന്നെ മുഖം മൂടി ധാരി പുറത്തേക്കോടി. അതാരാ? നമ്മൾ അവനെ അറിയാമോ? ആരോ ചോദിച്ചു. അന്തരീക്ഷമാകെ ബഹളമായി. സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞു, എല്ലാവരും ശാന്തരാവുക. എന്നാൽ ജീവനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പായുകയായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലൂടെ വകഞ്ഞു മാറി നീലിമ മുന്നോട്ട് കടക്കാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് എവിടെ നിന്നോ വിനോദ് അങ്ങ് പ്രത്യക്ഷപ്പെട്ടത്. പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ മാസ്ക് ധരിച്ചിരിക്കുന്ന ആളെ വിനോദ് പിന്നിൽ നിന്നും അവനെ അങ്ങ് വട്ടത്തിൽ പിടിച്ചു. അജ്ഞാതനായ ആ വ്യക്തി വിനോദിനെ തള്ളി മാറ്റി ഓടാൻ ശ്രമിച്ചു. രണ്ടുപേരും നിലത്ത് വീണു. വിനോദിന്റെ കൈക്കരത്തിന് മുന്നിൽ മാസ്ക് ധരിച്ച ആൾക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എങ്ങോട്ടേക്കാ നീ ഓടുന്നത്? ഇത്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതിയോ? വിനോദ് അയാളുടെ മുഖത്തങ്ങ് ആഞ്ഞടിച്ചു. ഞാൻ അവനെ പിടികൂടി, വിനോദ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. തൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവൻ അവനെ പിടിച്ചു വെച്ചു. അപ്പോഴേക്കും സെക്യൂരിറ്റിക്കാരും സഹായത്തിനെത്തി. സിദ്ധാർത്ഥും നീലിമയും അങ്ങോട്ടേക്ക് ഓടി വന്നു. ഓഫീസിലുള്ള മറ്റുള്ളവരെല്ലാം തന്നെ വട്ടം കൂടി നിന്നു. വിനോദിന്റെ മുന്നിൽ കിടന്ന് കുതറുകയായിരുന്നു ആ ഒരു മുഖം മൂടിയടിഞ്ഞ ആള്. അവനെ പിടിച്ചത് കണ്ട് നീലിമ ആശ്വാസത്തോടെ നിന്ന് നെടുവീർപ്പിട്ടു. സിദ്ധാർത്ഥ് ഉച്ചത്തിൽ പറഞ്ഞു, എല്ലാവരും ശാന്തരാവുക. നമ്മുടെ ഓഫീസിൽ നുഴഞ്ഞു കയറിയ ആളെ വിനോദ് പിടികൂടിയിട്ടുണ്ട്. ആ മുഖം മൂടിക്ക് പിന്നിൽ ആരാണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നു. സിദ്ധാർത്ഥ് മുന്നോട്ട് വന്ന് ആ ഒരു മാസ്ക് അങ്ങ് വലിച്ചു മാറ്റി. അനാവൃതമായ ആ മുഖം കണ്ട് സ്റ്റാഫുകളെല്ലാം തന്നെ മുഴുവൻ ഞെട്ടി. സാമലക്സ്, നിങ്ങളോ? നീലിമ അപ്പോൾ കണ്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു. അവളെ കണ്ടതും സാമലക്സിന്റെ മുഖം അങ്ങ് വലിഞ്ഞു മുറുകി. എല്ലാവർക്കും മുന്നിൽ വെച്ച് പിടിക്കപ്പെട്ടിട്ട് പോലും പുച്ഛത്തോടെയുള്ള അവൻ്റെ ആ ഒരു ഭാവം കണ്ട് സിദ്ധാർത്ഥിന് കലി കയറി. സ്റ്റാർഡം കമ്പനിയുടെ രഹസ്യ വിവരങ്ങൾ ശത്രുക്കൾക്ക് വിൽക്കുന്നത് നീയാണല്ലേ സാമലക്സ്? എന്തിനായിരുന്നു നീ ഇങ്ങനൊരു ചീപ്പ് ഗെയിം കളിച്ചത്? സാം പുച്ഛത്തോടെ ചിരിച്ചു. ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇവിടെയുള്ളവർ എന്നെയൊന്നും അഭിനന്ദിച്ചിട്ടില്ല. നിങ്ങൾ എപ്പോഴും ഇവളെ മാത്രം പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. നീലിമ എന്നേക്കാൾ മികച്ചതായി ഒന്നും തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ട് അവളെ നിങ്ങൾ CEO ആക്കി. ഇവൾക്ക് ആ സ്ഥാനം ലഭിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? സാമലക്സ് തൻ്റെ ഉള്ളിലുള്ളതെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞു. വിനോദ് സാമിൻ്റെ കൈ മുറുകെ അങ്ങ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വെറുതെ വാൽ തോന്നി വിളിച്ചു പറയുന്നത് സാമലക്സ്, നിർത്തിക്കോ നീ. ഈ കമ്പനിയിൽ നിന്നും ഇറങ്ങിയിട്ടും ഇവിടുത്തെ വിവരങ്ങളൊക്കെ ചോർത്താൻ നിനക്ക് എങ്ങനെ സാധിച്ചു? സാമലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കമ്പനിക്ക് മികച്ച സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടായിരിക്കാം, പക്ഷേ ദീർഘവീക്ഷണമില്ല. എൻ്റെ പഴയ ഐഡിയയിൽ എനിക്കിപ്പോഴും ആക്സസ് ഉണ്ട്. ആ വെളിപ്പെടുത്തൽ സ്റ്റാർഡം മീഡിയയ്ക്ക് നേരെയുള്ള ഒരു പ്രഹരമായിരുന്നു. സിദ്ധാർത്ഥ് അലറി, നീ കളിച്ച് കളിച്ച് ഒരുപാട് ദൂരെ പോയി സാം. എൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയി നീ കുറേയധികം പ്രശ്നങ്ങളുണ്ടാക്കി. ഇപ്പതാ രഹസ്യങ്ങൾ മോഷ്ടിച്ചത് നീ തന്നെയല്ലേ? ഇത് ശത്രുക്കൾക്ക് കൈമാറിയുന്നത് പറയടാ. സാമലക്സ് മിണ്ടാതെ നിന്നു. വിനോദ് കൈതിരിച്ചപ്പോൾ സാമലക്സ് വേദന കൊണ്ട് പൊളഞ്ഞു. അതെ, ഞാൻ തന്നെയാണ് അത് ചോർത്തിയത്. എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ വാങ്ങാൻ തയ്യാറുള്ള ആളുകളുണ്ട്. അവരെല്ലാം പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഞാനത് വിറ്റ് നല്ല കാശ് വാങ്ങിച്ചു. സാമലക്സ് പറഞ്ഞത് കേട്ട് നീലിമയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. നീ കമ്പനിയിലെ ജീവനക്കാരുടെ കഷ്ടപ്പാടിനെയാണ് ചൂഷണം ചെയ്തത്. ഇതെല്ലാം വെറും പണത്തിന് വേണ്ടിയിട്ടായിരുന്നോ? നീലിമ ചോദിച്ചു. സിദ്ധാർത്ഥ് ഫോൺ എടുത്തു. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാണ്. നിന്റെ കാര്യങ്ങൾ ഇനി അവർ നോക്കിക്കോളും. സാമലക്സിന്റെ മുഖത്ത് പുച്ഛം മാറിയിരുന്നില്ല. നീലിമ സിദ്ധാർത്ഥിനെ തടഞ്ഞു. സിദ്ധാർത്ഥ്, നിക്ക്, പോലീസിനെ വിളിക്കാൻ വരട്ടെ? സിദ്ധാർത്ഥ് ചോദിച്ചു. എന്തു പറ്റി നീലിമ? നീലിമ പറഞ്ഞു, ഇവന് വെറുതെ ജയിലിൽ അടച്ചാലൊന്നും ശരിയാവില്ല.
അതൊരു താൽക്കാലിക ശിക്ഷ മാത്രമായിരിക്കും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. ഇവൻ്റെ കരിയർ ഇതോടുകൂടെ തന്നെ അവസാനിപ്പിക്കണം. ഇയാളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. ഇനി ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ ഇവന് കഴിയരുത്. നീലിമയുടെ വാക്ക് കേട്ടതോടുകൂടെ തന്നെ സാമലക്സിൻ്റെ മുഖത്ത് ഭീതി പടർന്നു. അങ്ങനെ ചെയ്യരുത്, അതെൻ്റെ ഉപജീവന മാർഗമാണ്. സാമലക്സ് പേടിച്ചു തുടങ്ങി. നീലിമ സാമലക്സിനോട് പറഞ്ഞു, നീ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചു, വിശ്വാസത്തെ വഞ്ചിച്ചു, ഞങ്ങളുടെ കുടുംബത്തെ ഉപദ്രവിച്ചു. ഇനി നിനക്ക് മാപ്പ് തരുന്നത് എങ്ങനെയാണ്? സാമലക്സ് അപേക്ഷിച്ചു. ഇതെൻ്റെ ഉപജീവന മാർഗമാണ്, ഇതൊരിക്കലും നിങ്ങൾ ഇല്ലാതാക്കരുത്. സിദ്ധാർത്ഥ് ക്രൂരമായി ചിരിച്ചു. എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നതിന് മുൻപ് നീ ഇതൊന്നും തന്നെ ആലോചിച്ചിട്ടില്ലായിരുന്നു സാം. ഈ ഒരവസ്ഥ നീയായിട്ട് ചോദിച്ചു വാങ്ങിയതാണ്. സാമലക്സ് അമ്പയങ്ങ് തകർന്നു. എൻ്റെ ജീവിതം ഒരിക്കലും തകർക്കരുത് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ദൃഢമായി പറഞ്ഞു. നിനക്കിനി ഒരു അവസരമില്ല സാമലക്സ്. പുറത്ത് പോലീസ് ജീപ്പിൻ്റെ സൈറൻ കേൾക്കാം, വിനോദ് പറഞ്ഞു. പോലീസിനെ വിളിക്കാനുള്ള ഡ്യൂട്ടി ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് സാമലക്സിനെ വിലങ്ങുവെച്ചു. യുവർ ഗെയിം ഈസ് ഓവർ സാം, സിദ്ധാർത്ഥ് പറഞ്ഞു. സാം രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച് കരഞ്ഞുവെങ്കിലും ആരും തന്നെ ചെവി കൊണ്ടില്ല. പോലീസ് അവനെ കൊണ്ടുപോയപ്പോൾ സ്റ്റാഫുകൾ ആശ്വാസത്തോടെ നോക്കി നിന്നു. സിദ്ധാർത്ഥ നീലിമയെ തോളിൽ കൈ ചുറ്റിക്കൊണ്ട് ചേർത്ത് പിടിച്ചു. നീലിമ മന്ത്രിച്ചു. അവസാനം എല്ലാം കഴിഞ്ഞു. സിദ്ധാർത്ഥ് അവളുടെ നെറുകയിൽ ചുംബിച്ചു. അതെ, അവൻ ഇനി ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കില്ല നീലിമ. ശേഷം അവർ വിനോദിന് നന്ദി പറഞ്ഞു. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇത്ര പെട്ടെന്ന് അവനെ പിടികൂടാൻ കഴിയില്ലായിരുന്നു. നന്ദി വിനോദ്. വിനോദ് പുഞ്ചിരിച്ചു. ഞാൻ എൻ്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ സർ. നീലിമയും അവനെ പ്രശംസിച്ചു. സിദ്ധാർത്ഥ് വിനോദിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങളുടെ കമ്പനിയിൽ പെർമനന്റ് സെക്യൂരിറ്റി ഓഫീസറായിട്ട് നിന്നൂടെ എന്ന്. മടിച്ചാണ് സിദ്ധാർത്ഥ് അത് ചോദിച്ചത്. വിനോദ് ഒരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോയി. എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സത്യമാണോ ഈ പറയുന്നത്? സിദ്ധാർത്ഥ നീലിമയും അവനെ നിർബന്ധിച്ചു. വിനോദ് പറഞ്ഞു, ഞാൻ ഈ ഓഫർ സ്വീകരിക്കുന്നു സർ. നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കും. വിനോദ് കമ്പനിയിലുള്ളത് ഞങ്ങൾക്ക് വലിയൊരു ധൈര്യമാണെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം തന്നെ വീണ്ടും സജീവമായി. വിനോദ് ഉള്ളത് കൊണ്ട് സുരക്ഷാ കാര്യങ്ങൾ അവർക്ക് സമാധാനമായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നീലിമയും പ്രിയങ്കയും കാര്യങ്ങളൊക്കെ വീക്ഷിച്ചു നിന്നു. ഹേമന്ത് ആക്ഷൻ പറഞ്ഞു. കാമുകന്മാരെ അവതരിപ്പിക്കുന്ന സൂര്യയും സാന്ദ്രയും കൈകോർത്തുകൊണ്ട് തന്നെ നടക്കുന്ന ആ ഒരു രംഗമായിരുന്നു അത്. പ്രണയം തുളുമ്പുന്ന ആ അഭിനയം കണ്ടുകൊണ്ട് തന്നെ സെറ്റിലുള്ളവരെല്ലാം തന്നെ ലയിച്ചു നിന്നു. എന്നാൽ പെട്ടെന്ന് സാന്ദ്രയുടെ മുഖമങ്ങ് മാറി. അവൾ ഭയത്താൽ വിറച്ചു. നടത്തം നിർത്തി. സൂര്യയുടെ കൈ മുറുകെ പിടിച്ചു. അവളുടെ മുഖം വിളറി വെളുത്തു. ശ്വാസം കിട്ടാനാവാതെ അവൾ പിടഞ്ഞു. കട്ട്, ഹേമന്ത് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. സാന്ദ്രയ്ക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയാതെ എല്ലാവരും പരിഭ്രാന്തിയോട് കൂടത്തിന് ഓടിയെടുത്തു. ലൊക്കേഷൻ വീണ്ടും ബഹളമായി മാറുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.